ഇന്നത്തെ പണിപ്പുര ടാസ്കിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് വിജയിക്കാൻ പറ്റിയോ? അതായത് അവർക്ക് അവരുടെ ഡ്രസ്സുകൾ തിരിച്ചു കിട്ടിയോ? കുറച്ചെങ്കിലും ആരുടെയെങ്കിലും, അതോ ഒന്നും എടുക്കാൻ സാധിച്ചില്ലേ? സത്യം പറഞ്ഞാൽ അവർക്ക് ഒന്നും പറ്റിയിട്ടില്ല. അവരുടെ എടുത്ത ഡ്രസ്സ്, പണിപ്പുര ടാസ്ക് കഴിഞ്ഞു, പക്ഷെ അവരെടുത്ത സാധനങ്ങൾ, ഫുഡാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒന്നും, എല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അവർ കാണിച്ചത് അവർ ചിന്തിച്ച് ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ടാസ്കിൽ. അത് മണ്ടത്തരമായിപ്പോയി. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാസ്ക് വന്നു, ടാസ്ക് ലെറ്റർ വന്നു. ആ ടാസ്ക് ലെറ്ററിന് കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു ബൗളിനകത്ത് കുറേ ചിട്ട് വന്നു. 6 ചിട്ടുകളാണ് ഉണ്ടായിരുന്നത്. അത് ഈ ടാസ്ക് പെർഫോം ചെയ്യുന്ന ആൾക്കാർ എടുക്കണം. ടാസ്ക് പെർഫോം ചെയ്യുന്ന ആരൊക്കെയാണ്? ആദില, നൂറയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അക്ബറും. ഈ 3 പേരുമാണ് ടാസ്ക് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ 6 ചിട്ടുണ്ട്. അവരതിൽ ഒരു ചിട്ട് എടുക്കണം. ഈ 6 ചിട്ടിൽ ഓരോന്നിലും സമയക്രമങ്ങളും പോയിന്റുകളുമാണ്. അതായത് സമയം കുറയുന്നതനുസരിച്ച് പോയിന്റ് കുറയും. അപ്പം ആദ്യത്തെ ഒരു ചിട്ടിൽ 15 സെക്കൻഡും 600 പോയിന്റും, പിന്നെ 16 സെക്കൻഡ് 575, ഇങ്ങനെ കുറഞ്ഞു വരും. ടൈം കൂടും, പോയിന്റ് കുറയും. 16 സെക്കൻഡിനുള്ളിൽ 575 പോയിന്റുള്ള സാധനങ്ങൾ ഇങ്ങനെ എടുക്കണം. 17 സെക്കൻഡിനുള്ളിൽ 550 പോയിന്റുള്ള സാധനങ്ങൾ കൊണ്ടുവരണം. 18 സെക്കൻഡിനുള്ളിൽ 525 പോയിന്റിലുള്ള സാധനങ്ങൾ കൊണ്ടുവരണം. 19 സെക്കൻഡിനുള്ളിൽ 500 പോയിന്റ്, 20 സെക്കൻഡിനുള്ളിൽ 450 പോയിന്റ്. ഇത്രയും 6 ചിട്ടുകളാണുള്ളത്. അപ്പോൾ അവർ ഒരു ചിട്ട് അതിനകത്ത് എടുക്കുന്നു. 16 സെക്കൻഡും 575 പോയിന്റുമാണ് അവർക്ക് കിട്ടിയത് ആ എടുത്ത ചിട്ടിൽ. ഓക്കെ, ഇനി സ്വന്തം എടുക്കാം, മറ്റുള്ളവരുടെ എടുക്കാം. അതാണ് ഗെയിം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എടുക്കാം. അവിടെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് വേണ്ടി അങ്ങനെ കളിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും എടുക്കാം. ഓക്കെ, പിന്നെ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 16 സെക്കൻഡിനുള്ളിൽ എടുക്കണം. എടുത്തില്ലെങ്കിൽ എല്ലാ സാധനങ്ങളും തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇനി 16 സെക്കൻഡിനുള്ളിൽ എടുത്തു, പക്ഷേ 16 സെക്കൻഡിനുള്ളിൽ 575 പോയിന്റും ഉള്ളത് മാത്രമേ എടുക്കാവൂ. പക്ഷേ അതിൽ കൂടുതൽ, ഇപ്പോൾ 600 പോയിന്റ് എടുത്താൽ ആ കറക്റ്റ് 600 എത്രയാണോ ആ വ്യത്യാസം അത് തിരിച്ചു കൊടുത്താൽ മതി. അതിനുള്ള സാധനം തിരിച്ചു കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇപ്പം സാധനങ്ങൾ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. ഈ 16 സെക്കൻഡിനുള്ളിൽ അതിനകത്തുനിന്ന് പുറത്തിറങ്ങണം. ഇറങ്ങി ഇവിടെ കൊണ്ട് വെക്കണം. അതായത് പുറത്ത് 2 ബാസ്ക്കറ്റ് ഉണ്ടാവും. പേഴ്സണൽ ബാസ്ക്കറ്റും ഉണ്ടാവും, മറ്റുള്ളവർക്കുള്ളത് ജനറൽ. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തെങ്കിൽ അതിൽ വെക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എടുത്തെങ്കിൽ അതിൽ വെക്കണം. സോ അങ്ങനെ 2 ബാസ്ക്കറ്റ് ഉണ്ടാവും. സോ അത് ഈ 16 സെക്കൻഡിനുള്ളിൽ വന്നിട്ട് ഇവിടെ കൊണ്ട് വെക്കണം. മനസ്സിലായില്ലേ? അത് കൂടുതൽ എടുത്തു പോയാൽ കുഴപ്പമില്ല, പക്ഷെ സമയമായിരുന്നു വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി ഒരു വലിയൊരു ലിസ്റ്റൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓരോന്നിൻ്റെയും വില. അതിനകത്ത് ഫുഡിനാണ്, അതായത് ഭക്ഷണ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കുറവുള്ളത് കേട്ടോ. അതായത് മട്ടൺ 1 kgക്ക് 200 പോയിന്റ് കേട്ടോ. ബ്രൗൺ ബ്രെഡ് 60 പോയിന്റ്, വൈറ്റ് ബ്രെഡ് 50 പോയിന്റ്, നൂഡിൽ 90 പോയിന്റ്, ചിപ്സ് 200 ഗ്രാം 50 പോയിന്റ്, കോഫി 200 ഗ്രാമിന് 100 പോയിന്റ്. കുറച്ച് പ്രീമിയം ഐറ്റംസിന് വില കൂട്ടിയിട്ടുണ്ട്. പിന്നെ സ്കിൻ കെയറിന് 200 പോയിന്റ്, എക്സസറീസിന് 200 പോയിന്റ്, ഇലക്ട്രിക്കൽ സാധനങ്ങൾക്ക് 200 പോയിന്റ്, സാൻഡൽസ് ചെരുപ്പിന് 25 പോയിന്റ്, ഷൂവിന് 50 പോയിന്റ്, മിക്സ് ഷൂസിൻ്റെ സാൻഡൽസിന് 5 പോയിന്റ്. ഇങ്ങനെയായിരുന്നു ഇവരുടെ ആ ഒരു ക്രമം. എന്തൊക്കെയാ സാധനങ്ങളുള്ളത്, അതിൻ്റെ പോയിന്റ്സുകൾ. അതിൽ ഏറ്റവും പോയിന്റ് കുറവ് ഫുഡിനായിരുന്നു. അതായത് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ഫുഡ് എടുക്കുക കൂടുതലും, തുണിയെക്കാട്ടി. അതായത് അവരുടെ ലക്ഷറി ഐറ്റംസ് ഒക്കെ ത്യജിച്ചിട്ട് ഫുഡ് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനാണ് ഫുഡിന് കുറഞ്ഞ പോയിന്റ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചുരിദാർ ടോപ്പിന്, ചുരിദാർ ടോപ്പിന് 100 പോയിന്റ്, ചുരിദാർ പാൻറ്റിന് വേറെ പോയിന്റ്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഒരുവിധം ഡിസ്കഷനൊക്കെ നടത്തി കേട്ടോ. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ടാസ്കിന് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇവരെടുത്ത ഒരു തീരുമാനമായിരുന്നു, സമയം ഇത് നോക്കണ്ട, പോയിന്റ് നോക്കണ്ട, ഏറ്റവും കൂടുതൽ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ മൊത്തം എടുക്കാം എന്നുള്ളത്. അപ്പോൾ ഇവർ 3 പേരും, നിങ്ങൾ ബ്രൗൺ എടുക്കണം, ഒരാൾ പച്ച എടുക്കണം, ഒരാൾ പിങ്ക് പാക്കറ്റ് എടുക്കണം, ഇങ്ങനെ നിശ്ചയിച്ചു. പക്ഷേ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ മൊത്തം എടുക്കണം എന്ന് ഇവർ നിശ്ചയിച്ചു. സത്യം പറഞ്ഞാൽ അങ്ങനെ ആ ഒരു തീരുമാനമാണ് ഇവർ ടാസ്ക് തോറ്റുപോയത്. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാക്സിമം എടുക്കാൻ നിന്ന് സമയം കിട്ടിയില്ല. ആകെ കൂടെ ഇവർ നിശ്ചയിച്ച് വെച്ച കാര്യം വേണം എടുക്കാൻ. ഈ പാക്കറ്റ് 2 ആ പാക്കറ്റ്, അവർക്കുള്ള 2 പാക്കറ്റ് എടുത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഇവർക്ക് കറക്റ്റ് ഇറങ്ങാൻ പറ്റിയത്. അങ്ങനെ ബസർ മുഴങ്ങുകയാണ്. ബസർ മുഴങ്ങുന്നു. ആദ്യത്തെ ബസറിൽ എല്ലാവരും കയറുന്നു. ഇവർക്ക് എല്ലാ പാക്കറ്റും എടുക്കാൻ. പക്ഷേ അടുത്ത ലാസ്റ്റ് ബസറിൽ ഇവർ അതിനകത്ത് നിൽക്കുക. 3 പേരും അതിനകത്ത് നിൽക്കുകയാണ്. 16 സെക്കൻഡ് ഇതാന്ന് പറഞ്ഞ് കഴിഞ്ഞുപോയി. ഇവർക്ക് ടൈമൊന്നും നോക്കാനൊന്നും പറ്റില്ല. പുറത്ത് നിൽക്കുന്നത് പറയുന്നത് കേൾക്കാനും പറ്റില്ല. സോ 16 സെക്കൻഡ് എന്ന് പറയുന്നത് ഇതാന്ന് പറഞ്ഞ് പോയി. സത്യം അവരറിഞ്ഞ പോലും ഇല്ല. അവരതിനകത്ത് തന്നെയായിരുന്നു. അങ്ങനെ അവർ ബസർ അടിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ക്ഷീണിച്ച് വന്ന് എല്ലാവരും അവിടെ ഇരുന്നു. RJ ബിൻസി കിടന്നുറങ്ങി. അങ്ങനെ ആദ്യത്തെ പട്ടിയൂര, ഇപ്രാവശ്യത്തെ പട്ടികൂര നാടൻ പട്ടിയല്ല, റോട്ട് വീലർ ആണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ പൊന്നോ, ഭയങ്കര ശബ്ദം.
ബോ ബോ എന്നുള്ള രീതിയിലുള്ള ഭയങ്കര, അതുമല്ല അതിനെക്കാട്ടിയും വലിയ ശബ്ദം. അത് കഴിഞ്ഞിട്ട് നിവീൻ അവിടെ എന്തോ മോഷണ പരിപാടി നടത്തണമെന്ന് ഞാൻ കണ്ടു കേട്ടോ. എന്തോ RJ ബിൻസിയുടെ ബാഗ് എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടെങ്കിൽ പറയണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടാ. അപ്പം നമ്മുടെ ഫാത്തിമ ചോദ്യശരങ്ങളുമായിട്ട് പിന്നെയും അനീഷിൻ്റെ അടുത്ത് ചേട്ടൻ നമ്മുടെ ഫാത്തിമ ഫാത്തിമയല്ല, സോറി, ആദിലയാണ്, ഫാത്തിമ അല്ല അത് ചോദിച്ചത്, ആദിലയാണ് ചോദിച്ചത്. ചേട്ടൻ എന്തെങ്കിലും അപ്പം അനീഷ് അവിടെ ഫുഡിനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ഫുഡ്, നല്ല ടേസ്റ്റ്, കുക്കിംഗ് ടീം നല്ലത്. അപ്പം ഉടനെ തന്നെ ആദില വന്നിട്ട് ചേട്ടൻ ഇപ്രാവശ്യം ഈ ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുനിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരുന്നോ? അപ്പം അനീഷ് അയ്യേ അത്രയ്ക്ക് ബാഡ് ക്വസ്റ്റ്യൻ, അത്രയ്ക്ക് ഇതൊന്നും ഞാനല്ല. അപ്പോൾ ഉടനെ തന്നെ റെന ഈ തക്കം നോക്കിയിട്ട് അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലല്ലേ ചേട്ടന് സ്ക്രീൻ സ്പേസ് കിട്ടുകയുള്ളൂ. അപ്പം അനീഷ് ഞാൻ മാറി നടക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്, പക്ഷെ അങ്ങനെയല്ല, നിങ്ങളാണ് എന്നിൽ നിന്നും മാറി നടക്കുന്നത്. റെന എല്ലാവരോടും പറയുന്നുണ്ട് എന്നോട് സംസാരിക്കരുതെന്ന്, അല്ലേ, എന്നോട് മിണ്ടരുതെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പം റെന അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടാ, ചേട്ടൻ്റെ അടുത്ത് വന്ന് എല്ലാവരും സംസാരിക്കും, എന്നിട്ട് ചേട്ടൻ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ചേട്ടനെ തിരുത്താൻ വേണ്ടി നടക്കും, അങ്ങനെ ചേട്ടന് സ്ക്രീൻ സ്പേസ് കിട്ടും, അതാണ് ഉദ്ദേശിച്ചത്. ചേട്ടൻ എന്തെങ്കിലും ടോപ്പിക്ക് സംസാരിച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ മിണ്ടാതെ നടക്കരുത്. ചേട്ടൻ പലപ്പോഴും മിണ്ടാതെ നടക്കുന്നുണ്ടാണ് ഈ പ്രശ്നങ്ങൾ, മിണ്ടാതിരിക്കുന്നു, അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അനീഷ് ഇപ്പം തന്നെ എത്ര തവണ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല റെന, എനിക്ക് പറ്റത്തില്ല കേട്ടോ. റെനയും കൂട്ടരും എന്നെ എത്രയൊക്കെ മിണ്ടാതെ ആക്കിയാലും ഞാൻ ഒരിക്കലും തോറ്റ് പിന്മാറത്തില്ല അനീഷും, ഞാൻ തോറ്റ് പിന്മാറത്തില്ല, അതിനെ അങ്ങനെ ആക്കി എടുത്തു തന്നെ. ഓക്കെ, അപ്പോൾ റെന ചേട്ടൻ്റെ ഗെയിം എക്സ്പോസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു, അപ്പോൾ ചേട്ടന് പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് എൻ്റെ റെനെ ഇപ്പോൾ ആരാണ് സ്ക്രീൻ സ്പേസ് കൊടുത്തത്? പറയാനാ ഞാൻ ചേട്ടനോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. അല്ല, എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴാരാണ് അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുത്തത്? അത് ഞാൻ. ഇത് തന്നെയാണ് നീ നമ്മളോട് ചോദിച്ചില്ലേ ആ ചോദ്യത്തിനുള്ള ഉത്തരവും. നമുക്കൊരിക്കലും അനീഷിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും അനീഷ് കിടിലം പ്ലെയർ ആണെന്ന് ഷാനവാസ്. സോ ഷാനവാസിൻ്റെ ഗെയിം അനീഷിൻ്റെ കൂടെയുള്ള ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കത് ഇന്നലെ തൊട്ടേ തോന്നിയായിരുന്നു. ഷാനവാസിന് അനീഷിൻ്റെ ഗെയിം മനസ്സിലായി. ഷാനവാസിൻ്റെ കൂടെ വേറൊരാളും കൂടെ ജോയിൻ ചെയ്യും, അനു ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അനീഷിൻ്റെ കൂടെ. അനീഷിൻ്റെ കൂടെ അവരുടെ കൂടെ നിന്ന് ഗെയിം കളിക്കാനല്ല, അനീഷിൻ്റെ എതിർത്ത് എനിക്ക് തോന്നുന്നില്ല അനു നിൽക്കുന്നു, അതുപോലെ എതിർത്ത് ഷാനവാസ് നിൽക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു ഗെയിം കളിക്കും. അതായത് ഷാനവാസിൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ അനീഷ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. എനിക്ക് ഞാൻ ഇന്ന് കണ്ടതാണ് അവർ തമ്മിലുള്ള സംസാരമൊക്കെ. കൊച്ചു കള്ള അതിൻ്റെ ഗെയിമാണല്ലേ, അപ്പോൾ അത് പറഞ്ഞാൽ അനീഷ് ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം ബിൻസി വിളിക്കുകയാണ്, എന്തിനാണ് ശാരികയുടെ കാര്യം, ചേട്ടൻ എന്തർത്ഥത്തിലാണ് നമ്മൾ ശാരിക ഇവിടെ ഒരു ഷോ നടത്തി, അതായത് അത് ശരിക്കുമുള്ള ഇൻ്റർവ്യൂ ഒന്നുമല്ല, നമ്മൾ ഒരു നാടകം പോലെ നടത്തിയതാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ. എന്നിട്ട് ചേട്ടൻ അതിൻ്റെ മൊത്തം ഫ്ലോയും കളഞ്ഞു. ശാരിക ആര്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഹോട്ട് സീറ്റിലിരുത്തി, അതിൻ്റെ ആക്റ്റാണ് ചെയ്തത്. പിന്നെ ചേട്ടൻ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നിങ്ങൾ ഫേക്കാണ്, അതാണ് ആ പ്രോഗ്രാമിൻ്റെ ഇൻട്രസ്റ്റ് മൊത്തം നിങ്ങൾ കെടുത്തിയില്ലേ? അപ്പോൾ അനീഷ് എന്താണ് ബിൻസി പറയുന്നത്? ബിൻസി ഒരു ചോദ്യം തന്നെ എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ അത് അവരുടെ ജോലി, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അവരോട് അവരുടെ ജോലിയെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പം RJ ബിൻസി അയ്യോ അങ്ങനെയല്ല ചേട്ടാ, അവരുടെ ജോലിയാണ്, അവരത് ഫേക്ക് കളിക്കുകയോ എന്ത് കളിക്കുകയോ എന്തോ ചെയ്തോട്ട്, അത് ചേട്ടൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ, ചേട്ടൻ എന്തിനാണ് വെറുതെ ഇതാവുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ തന്നെ അനീഷ് തിരിഞ്ഞു കിടക്കുന്നു. ചേട്ടാ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തീർത്തിട്ട് പോകണം കേട്ടോ ചേട്ടാ, വെറുതെ ആവശ്യമില്ലാണ്ട് സംസാരിക്കാതെ ഇറങ്ങിപ്പോരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അതങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്ത് വന്നത് അവരുടെ ഡ്രസ്സ് വന്നു. അതായത് അവരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കൊടുത്ത അവർക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ്, അവരുടെ മറ്റേ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളോ ഒന്നുമല്ല, ഡ്രസ്സ്, അതായത് അവർക്ക് ഇട്ട് നിൽക്കാം. കാര്യം 2 ദിവസമായിട്ട് ഒരേ ഡ്രസ്സ് തന്നെ ഇടുന്നു കേട്ടോ. പലർക്കും ഭയങ്കര, നമ്മൾ ഡ്രസ്സ് മാറ്റില്ലെങ്കിൽ നമുക്കൊരു സ്മെല്ല് വരില്ലേ, അത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജിസേലൊക്കെ പറഞ്ഞു, ആരടുത്ത് ഈ നിവീൻ്റെ അടുത്തൊക്കെ പറഞ്ഞു പോയി കുളിച്ചിട്ട് വാ, സ്മെല്ല് വരുന്നു, ഞാൻ പൗഡർ തരാം, പൗഡർ ഇടുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പലരും പൗഡറൊക്കെ ഇട്ടാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ആ ഡ്രസ്സ് കോസ്റ്റ്യൂം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ കോസ്റ്റ്യൂമിലാണ് ഇപ്പോൾ അവർ നടക്കുന്നത്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സന്തോഷമായി. അവരുടെ സാധനങ്ങളാണോ എന്ന് അറിയില്ല, ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വേറെ വലുതായിട്ടൊന്നും ഇന്ന് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇനി അടുത്ത പ്രൊമോ എന്താണെന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.